ഇന്ന് ഓഗസ്റ്റ് 6 സഭ ഇന്ന് യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് ഇന്ന് ദിനാചരിക്കുന്നത്. ഇന്ന് നമ്മുടെ ലൂക്കായുടെ സുവിശേഷവും 9-ാം അധ്യായം 28 തിരുവചനങ്ങളാണ് നമ്മുടെ സുവിശേഷ ഭാഗം തന്നെ. യേശുവിൻ്റെ രൂപാന്തരീകരണം. യേശുവിൻ്റെ രൂപാന്തരീകരണം എന്ന് പറയുമ്പോൾ യാക്കോബ്, യോഹന്നാൻ, പത്രോസിനെയും കൂട്ടിയിട്ട് യേശുനാഥൻ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നതാണ് ആ ചരിത്രഭാഗം. മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് യേശുവിൻ്റെ കൂടെ പോയപ്പോൾ മരിച്ചുപോയ തങ്ങളിൽ ഏറ്റവും ആത്മീയ ചൈതന്യത്തോടെ കാണുന്ന പ്രവാചകരിൽ ഏറ്റവും വലിയ പ്രവാചകരായ മോശയും ഏലിയായും യേശുവിൻ്റെ ഒപ്പം പ്രത്യക്ഷപ്പെടാണ്. ഈ പ്രത്യക്ഷപ്പെട്ടിട്ട് കാണുമ്പോൾ അവർ മൂന്നാളെയും കൂടി കാണുമ്പോൾ യേശുനാഥൻ അവരിലും കൂടുതൽ, അവരോ വെണ്മയും പ്രകാശഭരിതമാണ്, എന്നാൽ അവരിലും കൂടുതൽ വെണ്മയിലും പ്രകാശഭരിതയിലാണ് ആരെ യേശുവിനെ അവർക്ക് കാണുവാനായിട്ട്. അവരുടെ കണ്ണുപോലും ചിമ്മിപ്പോകുന്ന തരത്തിലുള്ള വെളിച്ചവും പ്രകാശവുമാണ് ആയിരുന്നു വരുന്നത് യേശുവിനിലേക്ക് അവർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന യേശുനാഥൻ മരിച്ചുപോയ പ്രവാചകരുടെ കൂടെ, സ്വർഗത്തിലായിരിക്കുന്ന പ്രവാചകരുടെ കൂടെ ഇന്ന് ഭൂമിയിൽ അവർ കാണുന്നത് ജീവിക്കുന്ന യേശുനാഥൻ സ്വർഗത്തിൻ്റെ പ്രഭയിലാണ് ആ സമയത്ത് അവർ കാണുന്നത്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിലും യേശുനാഥൻ നമ്മളിലൂടെ ജീവിക്കുന്നു. മരിച്ചുപോയ വിശുദ്ധരും പ്രവാചകരുമെല്ലാം സ്വർഗത്തിലായിട്ട് സ്വർഗത്തിലിരുന്നു കൊണ്ട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴും മറ്റും നമ്മുടെ ഇടയിലേക്ക് അനുഗ്രഹമായിട്ട് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നു. പരിശുദ്ധ അമ്മ പലപ്പോഴും പല സ്ഥലത്തും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വന്ന് പ്രത്യക്ഷപ്പെടാണ്. എന്നാൽ യേശുനാഥൻ മാത്രം, രക്ഷകനായ നാഥൻ നമ്മളിൽ ഓരോരുത്തരിലൂടെയും ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥം നടക്കുന്നത്. അവിടെ ജീവനുള്ള യേശുനാഥൻ, മരിക്കാത്ത യേശുനാഥൻ സ്വർഗത്തിൻ്റെ പ്രഭയിൽ വരുന്നത്, രൂപാന്തരപ്പെട്ട് വരുന്നത് പോലെ ഇപ്പോഴും നമ്മുടെ ഓരോരുത്തരിലൂടെയും യേശുനാഥൻ രൂപാന്തരീകരണം വരികയാണ്. പുനർജീവൻ നമ്മൾക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ഇടയിൽ വരികയാണ്. അതെങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശരീരം തളർന്നിട്ടും മനസ്സ് തളരാത്ത നീയും മറ്റുള്ളവരൊക്കെ അല്ലേ, അതുപോലെ കണ്ണ് കാണാത്തവർ നമ്മുടെ ഇടയിൽ പുനർജീവൻ്റെ മക്കൾ, അവരൊക്കെ പ്രത്യാശയില്ലാതെ പരാജയപ്പെട്ട ജീവിതങ്ങളായിരുന്നു ഇതിൻ്റെയൊക്കെ അല്ലേ. എന്നാൽ യേശുനാഥനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ, ഈ ആത്മീയ ഒഴുക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആരോഗ്യമുള്ളവരെക്കാളും സന്തോഷത്തിലും പ്രത്യാശയിലും നന്മയിലുമാണ് നിങ്ങളായിരിക്കുന്നത്. നിങ്ങളുടെ ഈ സന്തോഷവും പ്രത്യാശയും പ്രാർത്ഥനയും നിങ്ങളുടെ ഈ നന്മയും മറ്റുള്ളവർക്ക് വെണ്മയുള്ളതും പ്രകാശമുള്ളതുമായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സംഭവിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ രൂപാന്തരപ്പെടാണ്. അപ്പം നിങ്ങളെല്ലാം രൂപാന്തരപ്പെടുന്നത് നിങ്ങളിലൂടെ യേശുനാഥൻ സമൂഹത്തിലേക്ക് പ്രകാശിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ അനുഗ്രഹമായിട്ട് മാറുന്നത്. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഇതാണ് പ്രത്യാശയുടെ ഏറ്റവും നിത്യജീവൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അൽഫോൻസമ്മ അല്ലേ, അല്ലെങ്കിൽ മദർ തെരേസ, ഇവരൊക്കെ ചവറപിതാവ്, അവരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിലൂടെ യേശുനാഥൻ മറ്റുള്ളവർക്ക് പ്രകാശമായി രൂപാന്തരപ്പെട്ടു. ആ രൂപാന്തരപ്പെട്ടാണ് അവർ ജീവിക്കുമ്പോഴും അവരിലൂടെ യേശുനാഥൻ രൂപാന്തരപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് അവരുടെ വേദനകളിൽ, അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ പരാജയങ്ങളിലേക്കൊക്കെ ഒരു വെളിച്ചമായിട്ട് മദർ തെരേസയ്ക്കും അൽഫോൻസമ്മയ്ക്കും ചവറപിതാവിനും സകല വിശുദ്ധർക്കും, ജീവിച്ചിരുന്ന വിശുദ്ധർക്കും മരിച്ചുപോയ വിശുദ്ധർക്കൊക്കെ ഭാഗഭാഗമാകാൻ സാധിച്ചത് അവരെല്ലാം അവരിലൂടെ യേശുനാഥൻ രൂപാന്തരപ്പെട്ടുകൊണ്ട് വെളിച്ചമായിട്ട് പ്രഭയുള്ളതായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. അതാണ് നിത്യജീവനിലേക്കുള്ള പ്രത്യാശ. അപ്പോൾ ഇവിടെ രൂപാന്തരീകരണം പറയുമ്പോൾ ആ വെളിച്ചത്തിൻ്റെ ശോഭയുടെ, ആ പ്രത്യാശയുടെ, നിത്യജീവൻ്റെ സുഖസന്തോഷം ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ആത്മാവ് തുടിച്ചു, നമുക്ക് ഒരുമിച്ച് ആയിരിക്കുക. 3 കൂടാരം പണിത് അതിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് ആയിരിക്കും. നമ്മുടെയൊക്കെ പ്രത്യാശ അതാണ്. നമ്മുടെ പ്രത്യാശ ഇന്ന് ഈ കാണുന്ന ലോകത്തിലെ സുഖസൗകര്യങ്ങളെല്ലാം നിത്യജീവനിലുള്ള സ്വർഗത്തിലുള്ള പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, പുത്രനായ ദൈവത്തിലൂടെ, പരിശുദ്ധാത്മാവായ ദൈവത്തിലൂടെ ആയിരിക്കുവാനാണെന്നുള്ളതാണ് നമ്മുടെ എന്ന് നിലനിൽക്കുന്ന പ്രത്യാശ. ഇപ്പോൾ പുനർജീവനിൽ തന്നെ നമുക്കറിയാം പുതിയൊരു കാൽവെപ്പ് വയ്ക്കാൻ പോകും അടുത്ത വർഷങ്ങൾക്ക് ശേഷം. കാരണം ഈ കാലഘട്ടത്തിൽ നിങ്ങളിലൂടെ അനുഭവിച്ച ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രകാശമാണ് എന്നിലൂടെയും
സമൂഹത്തിലേക്ക് പ്രകാശിക്കുന്നത്. ഞാനല്ല ഇതൊന്നും പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രകാശം പരസ്പരം തട്ടിയിട്ടാണ് ഈ വെളിച്ചം പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ പുനർജീവൻ പുതിയ തലത്തിലേക്ക് പോകാൻ പോവാണ്. എങ്ങനെയാണ് പോകുന്നത്? നമ്മളിപ്പോൾ അതിനുള്ള ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുനർജീവൻ സോഷ്യൽ സർവീസ് സെൻറ്റർ. ഞാൻ പിന്നെ ആലോചിക്കുകയാണ്, സോഷ്യൽ സർവീസ് സെൻറ്റർ എന്നല്ല ഇതിന് വെക്കേണ്ടത്. 10 പ്രൊജക്റ്റുകളാണ് നമ്മൾ സമൂഹത്തിലേക്ക് നേരിട്ട് ഇറങ്ങി ചെന്ന് ചെയ്യുവാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ പുനർജീവൻ സോഷ്യൽ സർവീസ് മാൾ അല്ലേ, മാളായിട്ട് പറഞ്ഞു. കാരണം 10 പ്രൊജക്റ്റുകൾ ആയിരിക്കുന്ന അവസ്ഥയിൽ പുതിയത് തുടങ്ങാൻ പോവുകയാണ് നമ്മൾ. ഒന്ന്, നമ്മളിവിടെ ഭക്ഷണം കൊടുക്കുന്നത് സൗകര്യാർത്ഥം ഇരുന്ന് കഴിക്കാനായിട്ട് സൗജന്യ ഭോജനശാല അല്ലേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശന്ന് വലിഞ്ഞു വരുന്ന ആർക്കും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ നമ്മുടെ വലുതുണ്ട്, വലുതൊന്നുമില്ല. എന്നാൽ ഈ പുണ്യപ്രവൃത്തി കണ്ട് സമൂഹം നമുക്ക് നൽകുന്നതായിരിക്കും സാധനങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ പങ്കുവെച്ച് നമ്മൾ കഴിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് അവർക്ക് ഒരു ആശ്വാസമായി മാറുന്നു, വെളിച്ചമായി മാറുന്നു. ഈ പ്രവൃത്തിയിലൂടെ യേശുനാഥ രൂപാന്തരപ്പെട്ട് സമൂഹത്തിന് അത് പ്രകാശം, നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുവാനും വേണ്ടവർക്ക് സ്വീകാര്യമാകുവാനും. രണ്ടാമത്തത്, നമ്മളിവിടെ നമ്മുടെ സണ്ണിച്ചേട്ടൻ, പ്രായമുള്ള സണ്ണിച്ചേട്ടൻ അറിയാം, നമ്മൾ വയ്യാത്ത മുടിവെട്ടാണ്. ഞാനൊരു ആശയം വെച്ച് സണ്ണിച്ചേട്ടനോട് നമുക്കൊരു ചെറിയൊരു റൂം അതിനെ സജ്ജീകരിച്ചാൽ അർഹതപ്പെട്ട് പ്രായമായിട്ട് വരുന്നവർക്ക് മുടി വെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വെട്ടി കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്നേഹം കൊടുക്കാമല്ലോ. അതുപോലെ രോഗികളായിട്ടുള്ളവർക്കും വെട്ടിക്കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു സൗജന്യ മുടിവെട്ടിശാല സണ്ണിച്ചേട്ടനുണ്ട്. അതിൽ നിന്ന് ഞാൻ വേറൊന്ന് ചിന്തിക്കുകയാണ്. സൗജന്യ ഹോം വിസിറ്റിംഗ് ചെയ്തിട്ട് മുടി വെട്ടണവരുണ്ടെങ്കിൽ അവർക്ക് മുടി വെട്ടി കൊടുക്കാം. അപ്പോൾ അത് കഴിയുമ്പോൾ കുളിപ്പിക്കാം എന്ന് നമുക്ക് വീട്ടിലൊരു വിസിറ്റ് കിട്ടി കഴിയുമ്പോൾ നമ്മളെ സ്വീകരിച്ച് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാൻ പറ്റും. ഒന്ന് കുളിപ്പിക്കാം. എനിക്കറിയാമല്ലോ കുളിപ്പിക്കാം രോഗികളെ. അതുപോലെ അവരുടെ വല്ല മുറിവുകളുണ്ടെങ്കിൽ ബെഡ്സോറാണെങ്കിൽ തരംതിരിച്ച് രോഗമേഖലകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. മുറിവ് വെച്ച് കെട്ടി കൊടുക്കാൻ സാധിക്കും. ബെഡ്സോർ പലപ്പോഴും പുഴുവായിട്ടും മറ്റുമായിട്ട് കിടക്കുന്നുണ്ടോ, അതുപോലും നമുക്ക് ഡ്രസ് ചെയ്ത് അവർക്ക് അനുയോജ്യമായ തരത്തിൽ ജീവിക്കുന്ന ശൈലികൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ആ കുടുംബത്തിനുള്ളിൽ ഒരു പുനർജീവൻ കൊടുക്കാനായിട്ട് സാധിക്കും. കട്ടില് അർഹതപ്പെട്ടതാണെങ്കിൽ കട്ടിൽ ഒരുക്കി കൊടുക്കാം. ബെഡ് വരണമെങ്കിൽ ബെഡ് ഒരുക്കി കൊടുക്കാം. നമുക്ക് ഈ കിട്ടുന്ന പഴയ തൊട്ടും കട്ടിലൊക്കെ നമ്മൾ നവീകരിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ആ വീടുകളിൽ അത്യന്താപേക്ഷിതമാണ്. കാരണം അവർക്ക് പെട്ടെന്ന് മേടിക്കാൻ പറ്റില്ല. നമുക്ക് ബെഡ് കൊടുക്കാൻ പറ്റുന്നു, കട്ടിൽ കൊടുക്കാൻ പറ്റുന്നു. ഈ വോക്കറിൽ നടക്കാനുള്ള പരിശീലനം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സ്വയമായിട്ട് ബാത്റൂമിൽ പോകാനായിട്ട് വോക്കർ കൊടുക്കാമല്ലോ, അവരുടെ ഉപയോഗം വരുന്നു. അതുപോലെ വീൽ ചെയർ കൊടുത്തിട്ടും അവർക്ക് പരിശീലനം കൊടുക്കാം. അതുപോലെ രോഗികളെ മുറിവുള്ളവരെ കെട്ടി കൊടുക്കാം. അതുപോലെ അവിടെ ബെഡ്ഷീറ്റ്, തലവണ. അപ്പോൾ നമ്മളിത് ചെയ്തു വരുമ്പോൾ സമൂഹം ഇതറിഞ്ഞ് സമൂഹത്തിന് ഇത് നമുക്ക് തരാനുള്ളൊരു അവസരം കിട്ടും. നന്മ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. അതുവഴി നന്മ ചെയ്യുന്നവരിലൂടെയും നന്മ ചെയ്യുന്നവരിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുമ്പോഴും നമ്മൾ കൊടുക്കുന്ന സ്ഥലത്തും എന്ത് സംഭവിക്കണം? യേശുനാഥൻ്റെ രൂപാന്തരണം നമ്മൾ ഓരോരുത്തരിലും ജനിക്കും. അങ്ങനെ രോഗികളായിട്ടുള്ളവർക്ക് വീടുകളിൽ തന്നെ സുരക്ഷിതമായിട്ട് വിശ്രമിക്കുവാനും മരിക്കുവാനും അവരെ പരിചരിക്കാൻ വീട്ടുകാർക്കും ഒരു പുനർജീവൻ കൊടുക്കാനായിട്ട് നമുക്ക് അതിനൊരു അടുത്ത പ്രോജക്റ്റ്. പിന്നത്തെ നമുക്ക് വസ്ത്രങ്ങൾ ഇങ്ങനെ ശേഖരിക്കുന്നുണ്ട് അല്ലേ. ഈ വസ്ത്രങ്ങൾ ശേഖരിക്കുന്നത് നമ്മൾ പലപ്പോഴും ഇവിടെ വന്ന് കൊണ്ടുപോകുന്നവരെല്ലാവരും ഉപയോഗം ഉള്ളവരെ തന്നെയാണ് കൊണ്ടുപോകണത് അല്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പൈസ ചിലവായിട്ടും കയറ്റി അയച്ച് അവിടെ പോയിട്ട് നേരിട്ട് കഴിഞ്ഞ നമ്മൾ 2023 ഛത്തീസ്ഗഡിൽ പോയിട്ട് ഛത്തീസ്ഗഡിൽ 44 ആളായിട്ട് നമ്മൾ പോയതിൽ 36 ആളും രോഗികളാണ്. ബാക്കിയുള്ളവർ മാത്രമല്ല, ഞാനും തെറാപ്പി അങ്ങനെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അവിടെ പോയിട്ട് ആഗസ്റ്റ് 5-ന് ഇപ്പോൾ നല്ല ഓർമ്മയുണ്ടല്ലേ, ആഗസ്റ്റ് 5-ന് നമ്മളിവിടെ പുതിയൊരു വസ്ത്രശാല, സൗജന്യ വസ്ത്രശാല, ആ വസ്ത്രശാലയിൽ നിന്ന് നമ്മൾ അന്ന് 7 ടണ്ണാണ് എൻ്റെ ഓർമ്മ കൊണ്ടുപോയത്. അതും കംപ്ലീറ്റ് ഓർഫനേജുകാർ വന്ന് കൊണ്ടുപോയി, വില്ലേജിലുള്ള സീനിയേഴ്സ് വന്ന് വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്തു. വില്ലേജുകാർ നേരിട്ട് വരുമ്പോഴേക്കും നമ്മൾ കൊണ്ടുപോയ ടണ്ണ് തുണി മൊത്തം. എനിക്ക് ഏറ്റവും സന്തോഷമായത് എന്താണെന്ന് അറിയും, അവർ വന്ന് എടുക്കുമ്പോൾ അവർ ആ പുതിയ ഡ്രസ്സിനേക്കാൾ, നമ്മൾക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിക്കുന്നതിനേക്കാൾ സന്തോഷത്തിലാണ് അവർ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു മോഡൽ